എന്തായാലും തിരുവനന്തപുരത്ത് ഇത്രയും വലിയൊരു പ്രോഗ്രാം സംഘടിപ്പിച്ച എല്ലാ ടീം ലീഡേഴ്സിനും അതോടൊപ്പം ബഹുമാനപ്പെട്ട നമ്മുടെ കമ്പനി എസ് വിഷ്ണു സാറിന് ഈ ഒരു നിമിഷത്തിൽ വളരെയധികം സന്തോഷത്തോടെ നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ഓൾ. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? ഹാപ്പിയാണോ? ഹാപ്പിയാണ് അല്ലേ? ഓക്കെ, കുറച്ചുകൂടെ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ വരണം എന്നുള്ളതാണ്. അപ്പൊ എന്റെ പേര് റൈഹാനത്ത്. വെസ്റ്റീജ് എന്ന കമ്പനിയുടെ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറാണ്. 2017 ഞാൻ ഈ ഒരു ബിസിനസ്സിൽ ഐഡിയ അടിച്ചു വരുന്നത്. ഏകദേശം 8 വർഷത്തോളമായിട്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിൽ. വെസ്റ്റീജ് ബിസിനസ്സിൽ വരുന്നതിന് മുന്നേ ഞാനൊരു ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു. അതോടൊപ്പം ഒരു സോഷ്യൽ മീഡിയ വർക്കറും കൂടി ആയിരുന്നു. എന്തായാലും ഒരുപാട് ബുദ്ധിമുട്ടി ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു. ഇഷ്ടപ്പെട്ട് ഒരു ജോലി പഠിച്ച് ജോലിക്ക് കയറി, ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ എന്നുള്ള തരത്തിൽ ജോലിക്ക് ഡയറി പോയി. രാവിലെ 8 മണിക്ക് ഡ്യൂട്ടിയിൽ കയറി, വൈകുന്നേരം 5 മണിക്ക് ഡ്യൂട്ടിയിൽ നിന്നും ഇറങ്ങി വളരെ തുച്ഛമായ വേതനത്തിന് ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സിന്റെ ചീത്തയും അവിടെ ഉള്ള ആളുകളുടെ ഒക്കെ നൈബേഴ്സിന്റെ ഒക്കെ ചീത്തൊക്കെ കേട്ടുകൊണ്ട് എന്താ പറയാ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ആ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ചെറിയ 2 കുട്ടികളെയും വെച്ചുകൊണ്ടാണ് ഞാൻ ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാലും ആ ഒരു സമയത്താണ് ബഹുമാനപ്പെട്ട യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ, അന്ന് ബഹുമാനപ്പെട്ട ആയിഷ മേഡം ഡയമണ്ട് ഡയറക്ടർ എന്നുള്ള പോസ്റ്റിലാണ് നിൽക്കുന്നത്. ആ ഒരു നിമിഷത്തിലാണ് ബഹുമാനപ്പെട്ട ആയിഷ മേഡം ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞ ഒരു പാലത്തിന്റെ അപ്പുറം ഇപ്പുറമാണ് ഞങ്ങളുടെ വീട്, ഒരു പാലത്തിന്റെ അപ്പുറം. പക്ഷെ ഞങ്ങൾ അപരിചിതരാണ്. പക്ഷെ എന്തോ ദൈവനിശ്ചയം ഒരു ബിസിനസ്സിലേക്ക് പരിചയപ്പെടാൻ സാധിച്ചു. എൻ്റെ ഒരു കൂട്ടുകാരിയെ ബസ് സ്റ്റോപ്പിൽ നിന്നും ആയിഷ മേഡത്തിന് കിട്ടി. ആ ഒരു കൂട്ടുകാരിയോട് നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്തു. ആ ഒരു കൂട്ടുകാരി എന്തായാലും ആ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്ന് ആ കൂട്ടുകാരി മുങ്ങി എന്നുള്ളതാണ്. ആ കൂട്ടുകാരി ഇന്നും വാടക വീട്ടിലാണ്, ഞാൻ 1 കോടിയുടെ വീട്ടിലാണ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു നിമിഷത്തെ എന്റെ പ്രാർത്ഥന സ്വീകരിച്ചതായിരിക്കും ഞാൻ ഇന്ന് ഈ ഒരു ബിസിനസ്സിലൂടെ 1 ലക്ഷാധിപതിയായി മാറിയത് എന്നുള്ളതാണ്. അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ ദൈവത്തിനോടാണ് താങ്ക്സ് അറിയിക്കാനുള്ളത്. താങ്ക് ഗോഡ്. ഓക്കെ, അപ്പൊ പ്രിയപ്പെട്ട ലീഡേഴ്സ്, പുതിയ ലീഡേഴ്സിനോട് ഞാൻ കൈ പോകാൻ പറഞ്ഞു, അവർക്ക് വേണ്ടി ഞാൻ കൈയടിക്കാൻ പറഞ്ഞു. എന്തായാലും ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ടുള്ള ഓരോ മെമ്പേഴ്സും ഭാഗ്യം ചെയ്തവരാണ്. പിന്നെ ആ ഒരു ഭാഗ്യം തട്ടിക്കളയുന്നവരും മറ്റാരും അല്ലാതെ നമ്മൾ ഓരോരുത്തരാണ്. യെസ് ഓർ നോ? യെസ്. അപ്പോ ഭാഗ്യമുള്ള ആളുകൾ വെസ്റ്റീജ് എന്ന ബിസിനസ് വരും. പക്ഷെ ആ ഒരു ഭാഗ്യം ചില ആളുകൾ വെറുതെ തട്ടിക്കളയുന്നതാണ്. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരിയോട് ജസ്റ്റ് ബസ് സ്റ്റോപ്പിൽ നിന്നും ആയിഷ മേഡം പറഞ്ഞു. പക്ഷെ ആ ഒരു കൂട്ടുകാരി പെട്ടെന്ന് എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നു. പക്ഷെ ആ ഒരു കൂട്ടുകാരി ഇല്ലേ. പക്ഷെ ഇന്ന് എനിക്ക് ആ കൂട്ടുകാരിയുടെ നമ്പർ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം കൂട്ടുകാരി വാടക വീട്ടിലായതുകൊണ്ട് എവിടെ ഒരു അഡ്രസ് ഇല്ലാത്തത് കൊണ്ട് എനിക്കിന്ന് ആ കൂട്ടുകാരിനെ തപ്പാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു വീടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ കൂട്ടുകാരിയെ പോയി താങ്ക്സ് ഒന്നുകൂടി കൊടുക്കാൻ. പക്ഷെ ആ കൂട്ടുകാരി ഇന്ന് വാടക വീട്ടിലാണ്. അപ്പൊ 6 വാടക വീട്ടിൽ താമസിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഈ വെസ്റ്റീജ് ബിസിനസ്സിൽ വരുന്നതിന്റെ മുന്നേ. അങ്ങനെയാണ് മേലാറ്റൂർ എന്ന സ്ഥലത്ത് നിന്നും ഒരു വാടക വീട്ടിൽ നിന്നുമാണ് ഈ കൂട്ടുകാരിയെ പരിചയപ്പെടുന്നത്. അങ്ങനെ മേലാറ്റൂരാണ് ആയിഷ മേഡത്തിന്റെ വീട്. അങ്ങനെയാണ് ഈ കൂട്ടുകാരിയെ അവിടെ നിന്ന് പരിചയപ്പെട്ട് ആ വ്യക്തിയുമായി പറഞ്ഞ് എനിക്ക് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി തന്നെ. പക്ഷെ ആ ഒരു വ്യക്തി എന്നിൽ ഇത് സമർപ്പിച്ച് മേഡം പോയി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാതെ നിങ്ങളെ കൊണ്ടുവന്ന അല്ലെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് സമ്മാനിച്ച ആളുകൾ ഉണ്ടാവും. ഒരു പക്ഷെ അവർ ഈ ബിസിനസ്സിൽ ഉണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ഈ ബിസിനസ്സിൽ ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങൾക്ക് തരാനുള്ള ഒരു സന്ദേശം എന്നുള്ളതാണ്. എന്തായാലും 2017 എന്ന സമയത്ത് ഈ ഒരു ബിസിനസ് എനിക്ക് കിട്ടി. ഈ ബിസിനസ് എന്താണെന്നുള്ളത് അറിയില്ല, എങ്ങനെ ചെയ്യണം എന്നുള്ളത് അറിയില്ല. പക്ഷെ ആയിഷ മേഡം നിരന്തരം എന്നെ ഫോളോ ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരുപാട് തവണ ഞാൻ ഈ ഒരു ബിസിനസ് ആയിഷ മേഡം എനിക്ക് തന്ന സമയത്ത് ഞാൻ റിജക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും ആയിഷ മേഡം നിരന്തരം എന്നെ ഫോളോ ചെയ്തിട്ട് വീണ്ടും ഒരുപാട് ശ്രമിച്ച് ഒരു മീറ്റിംഗ് ഹാളിലേക്ക് ക്ഷണിച്ചു. മീറ്റിംഗ് ഹാളിൽ വന്നപ്പോഴാണ് വെസ്റ്റീജ് ബിസിനസിന്റെ മഹത്വം എന്താണ് എന്ന് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ മീറ്റിംഗ് പ്രോഗ്രാമിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നതോട് ഞാൻ ഈ ഒരു നിമിഷത്തിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ലീഡേഴ്സിനെ അറിയിക്കുകയാണ്. പല സമയത്തും നമ്മുടെ ടീം ലീഡേഴ്സിനെ വെസ്റ്റീജ് ബിസിനസ് പരിചയപ്പെടുന്ന സമയത്ത് പലരും അത് റിജക്ട് ചെയ്യും. പക്ഷെ എങ്ങനെയെങ്കിലും ഒരു പ്രോഗ്രാം ഹാളിൽ വരുമ്പോഴാണ് വെസ്റ്റീജ് ബിസിനസിന്റെ സാധ്യത എന്താണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. ആ ഒരു സമയത്താണ് ആയിഷ മേഡത്തിന്റെ വാല്യൂ എന്താണ് എന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചത്. ഒരുപക്ഷെ ആയിഷ മേഡന്റെ വീട്ടിൽ വന്ന് ഈ ഒരു പ്ലാൻ പറയുമ്പോൾ ഞാൻ ഒരു സാധാരണ വ്യക്തി എന്ന് വിചാരിച്ചു മൈൻഡ് ചെയ്തു, ശരിയാണ്. പക്ഷെ ഒരു പ്രോഗ്രാം ഹോളിലേക്ക് വിളിച്ചപ്പോഴാണ് ആയിഷ മേഡം അന്ന് ഡയമണ്ട് ഡയറക്ടർ. പക്ഷെ ആ ഒരു സമയത്ത് ഞാനും ഒരു പ്രോഗ്രാം ഹോളിൽ വന്നിരുന്ന് ഞാൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആയിഷ മേഡത്തെ എല്ലാവരും വിഷ് ചെയ്യണോ, ഹഗ് ചെയ്യണോ, എല്ലാവരും താങ്ക്സ് ഹായ് ഒക്കെ കാണിച്ചു കയറി വന്നപ്പോഴാണ് എന്റെ വീട്ടിൽ വന്നിരുന്നത് ഇത്രയും നിലവാരമുള്ള ഒരു വ്യക്തിയാണോ എന്ന് തിരിച്ചറിഞ്ഞത്. എനിക്ക് മീറ്റിംഗ് ഹാളിൽ എന്റെ അപ്പനെ മീറ്റിംഗ് ഹാളിൽ വെച്ച് കണ്ടപ്പോഴാണ് മടിയ ഫ്രണ്ട്സ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അപ്പനെ എന്താണ് ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു വാല്യൂ, അപ്ലൈൻ എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു
സുവർണ അവസരം കൂടിയാണ് പ്രോഗ്രാം ഹോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിഷ മേഡം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഒരു പ്രോഗ്രാം ഹോളിൽ വന്നപ്പോഴാണ് ആയിഷ മേഡത്തെ എല്ലാവരും വിഷ് ചെയ്യുന്നതും ആയിഷ മേഡത്തെ വെൽക്കം ചെയ്യുന്നതും ആയിഷ മേഡത്തിന്റെ വലിയ ഫ്യൂച്ചറും കാര്യങ്ങളൊക്കെ സ്റ്റേജിൽ നിന്നും മേഡം സംസാരിച്ചപ്പോൾ ഞാൻ ശരിക്കും നെട്ടിപ്പോയി. അപ്പോഴാണ് ഇത്രയും വലിയൊരു വ്യക്തിത്വത്തെ, ഒരു മഹത് വ്യക്തിത്വത്തെയാണോ എന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ പിന്നീട് ഇത് നല്ലൊരു ബിസിനസ് ആണ് എന്നുള്ള ഒരു പ്രോഗ്രാം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഇതുപോലെ കമ്പനി ബാക്ക്ഗ്രൗണ്ട്, കമ്പനി പ്രൊഫൈൽ ഇതൊക്കെ കണ്ടപ്പോഴാണ് എത്രത്തോളം വലിയൊരു മഹനീയമായ കമ്പനിയിലാണ് ഞാൻ വന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് തീരുമാനിച്ചു, ഞാൻ വെറും ഒരു ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്തു. പക്ഷെ വെസ്റ്റീജ് ബിസിനസ്സിലെ കൂടുതൽ മീറ്റിംഗ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തപ്പോഴാണ് ഗവൺമെന്റ് ജോലി ഉള്ള ആളുകൾ വരെ അത് റിസൈൻ ചെയ്തുകൊണ്ട് ഇന്ന് വെസ്റ്റീജ് ബിസിനസ് ചെയ്യുമ്പോൾ എന്റെ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ഒക്കെ എന്ത് എന്ന് ചിന്തിച്ചുകൊണ്ട് എന്റെ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ആ ഒരു ജോലി, ആ ഒരു ബാഗ് വലിച്ചെറിഞ്ഞ് വെസ്റ്റീജ് എന്ന കാറ്റലോഗും കാര്യങ്ങളും ബാഗ് കയറ്റി പിന്നെ ഒരു വെസ്റ്റീജ് ആയി റൈഹാനത്ത് മാറിയപ്പോൾ 4000 രൂപയിൽ നിന്നും ഇന്ന് റൈഹാനത്ത് ഒരു 4 ലക്ഷം രൂപ കരുത്ത് വരുമാനം വാങ്ങാൻ സാധിച്ചത് വെസ്റ്റീജ് എന്ന ഈ മഹത്പ്രസ്ഥാനത്തിൽ കണ്ടപ്പോൾ മാത്രമാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, അല്ലാത്ത സമയത്ത് എന്റെ നാട്ടിലുള്ള പലചരക്ക് കടയിൽ നിന്നും തുച്ഛമായ തുകക്ക് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് ബുക്കും പെന്നും പറ്റി വെച്ചുകൊണ്ട് അരിയും പഞ്ചസാരയും വാങ്ങി ജീവിച്ചിരുന്ന ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു ഞാൻ. വെറും ഒരു 400 രൂപ ആ കടയിൽ കൊടുക്കാനുണ്ടായിട്ട് വീണ്ടും പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ ആ കടയിൽ ചെന്നപ്പോൾ ഇൻസൾട്ട് ചെയ്ത് ഇറക്കി വിട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ തന്നെ സ്കൂളില് കുട്ടിനെ വിടുന്ന സമയത്ത് ആ ഒരു സ്കൂളിന്റെ വണ്ടി പൈസ കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ കഴിയാതെ ആ കുട്ടികളെ സ്കൂൾ വണ്ടിയിലിട്ടിട്ട് വണ്ടി ഡ്രൈവർ ഇൻസൾട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ തന്നെ തേക്കാത്ത ഒരു കൊച്ചു വീട്, 500 സ്ക്വയർ ഫീറ്റ് തേക്കാത്ത ഒരു കൊച്ചു വീട്ടില് 500 സ്ക്വയർ ഫീറ്റ് തേക്കാത്ത ഒരു കൊച്ചു വീട് 8 വർഷമാണ് ആ വീട് തേക്കാത്ത ഒരു കൊച്ചു വീട്ടിൽ ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പണത്തിന്റെ മൂല്യം എന്താണ് എന്നുള്ളത്. വെസ്റ്റീജിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ ഞാൻ ശ്രദ്ധിച്ചു, നിരന്തരം മീറ്റിംഗ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ സക്സസ് ആയ ഒരുപാട് ലീഡേഴ്സിന് സത്യമായിട്ടുള്ള ഒരു എന്താ പറയാ റിയൽ നമുക്ക് കാണാൻ സാധിച്ചത് പ്രോഗ്രാം ഹോളിൽ വന്നപ്പോഴാണ്. അപ്പോഴാണ് ഒരുപാട് സാധാരണ വീട്ടമ്മമാര്, സാധാരണ ജനങ്ങള്, അതുപോലെ മറ്റു പല ഗവൺമെന്റ് ജോലികളും ഉണ്ടായിട്ടും അവിടെ നിന്നും കിട്ടാത്ത വലിയ വലിയ വരുമാനങ്ങൾ വെസ്റ്റീജ് ബിസിനസ്സിലൂടെ നേടിയ ഒരു കൂട്ടം ജനങ്ങളെ ഒരു നേരെയായിട്ട് തന്നെ ഞാൻ വേദിയിൽ കണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ വെസ്റ്റീജ് ബിസിനസ് റൈഹാനത്ത് സീരിയസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. 2018 ജനുവരി 26 റൈഹാനത്ത് ബ്രോഡ്സ് ഡയറക്ടർ എന്നുള്ള പദവി ഏറ്റെടുത്തുകൊണ്ട് തന്നെ 11,500 രൂപയുടെ ചെക്ക് വാങ്ങി ആദ്യമായിട്ട് ജീവിതത്തിൽ ഒരു കനറ ബാങ്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചത് ആ ചെക്ക് കൊടുത്തിട്ടാണ്. 1000 രൂപയ്ക്ക് ഒരു ബാങ്ക് എടുക്കാൻ എന്റെ കയ്യിൽ ഒരു 1000 രൂപ ക്യാഷ് ഉണ്ടായിരുന്നില്ല. വെസ്റ്റീജ് ബിസിനസ് ചെയ്ത് നമ്മുടെ എന്താ പറയാ ചെക്കൊക്കെ വന്ന് അതിൽ നിന്നും 11,000 രൂപയുടെ ഒരു ചെക്ക് വരുമ്പോഴാണ് ഞാനത് ബാങ്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് കനറ ബാങ്ക് എന്ന ചെക്ക് ഞാൻ ഒരു ബാങ്ക് ഓപ്പൺ ചെയ്യുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ബിസിനസ് സീരിയസ് ആയി ചെയ്ത് ലക്ഷങ്ങളുടെ മുകളിൽ വരുമാനം വാങ്ങിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടില് മേലാറ്റൂർ എന്ന ബാങ്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്, മേലാറ്റൂർ കനറ ബാങ്ക്. പക്ഷെ അവിടെ ഞാൻ എപ്പോഴും എല്ലാ മാസവും ബാങ്കിനെ സന്ദർശിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം പറയാണ്. അപ്പൊ അവിടെ ഈ ബാങ്കിന് ഡയറി കുറെ ആളുകൾ വരും, വലിയ വലിയ വയറും വലിയ പള്ളക്കായിട്ട് വലിയ വലിയ ആളുകൾ ഇങ്ങനെ വന്നിട്ട് അവിടെ ഇങ്ങനെ നിന്നിട്ട് നട്ടം തിരിയും. പക്ഷെ നമ്മളൊരു കളർ ചുരിദാറിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഇവരടക്കാൻ വന്നത് ചെറിയൊരു കമ്പനി പണയം വെച്ച് ഇതിന്റെ പലിശ അടക്കാൻ വന്നതാണ്. പക്ഷെ റൈഹാനത്ത് പിൻവലിക്കുന്നത് 3 ലക്ഷം, 3.5 ലക്ഷം, 2 ലക്ഷം, 2,90,000 രൂപ. ആ സമയത്ത് ബാങ്കിന് ഉണ്ടായ ഒരു അനുഭവമാണ്. ബാങ്ക് മാനേജർ ഒന്ന് എണീറ്റ് നിന്നിട്ട് ഈ ഹോളിൻ്റെ കൂടി ഒരു ചോദ്യം ചോദിച്ചു, കുട്ടിയത് നിങ്ങളുടെ പേര് തന്നെ അല്ലേ ബാങ്ക് എന്നാ ചോദിച്ചത്. കാരണം ഇത് ചെറിയ ഫണ്ടല്ല, ഇതിൽ നിന്നും പിൻവലിച്ചുകൊണ്ടും വരും പോകും ചെയ്തു. അപ്പൊ റൈഹാനത്ത് എന്ന വ്യക്തി നിങ്ങൾ തന്നെയാണോ, ഇത് നിങ്ങളുടെ പേരിൽ അല്ലേ ബാങ്ക് എന്നാണ് ചോദിച്ചത്. കാരണം എന്നെ കണ്ടപ്പോ ഇപ്പൊ പിന്നെ ഒരു പക്ഷേ യൂണിഫോമും കോട്ടൊക്കെ ചിലപ്പോ ഒരു പക്ഷേ നിങ്ങൾക്ക് എന്നെ യൂസ് ചെയ്യാനായിട്ട് തോന്നിയിരുന്ന ഒരു ചെറിയൊരു കളി ചുരിദാറും പുളി ചുരിദാറൊക്കെ ഇട്ട് ബാങ്കിൽ പോയപ്പോ ആ ബാങ്ക് മാനേജറിനോട് ചോദിച്ചതാണ്, ഇത് കുട്ടിയുടെ പേരിൽ തന്നെ അല്ലേ ബാങ്ക് എന്ന്. കാരണം അത്രയും അന്താളിക്കുന്ന വരുമാനമാണ് വെസ്റ്റീജ് എന്ന ബിസിനസ്സിലൂടെ സാധാരണ വീട്ടമ്മ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു സാധാരണ ലൈഫിൽ നിന്ന് വരും എന്നെ ഒരു അസാധാരണ ലൈഫിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പവർ ഓഫ് വെസ്റ്റീജ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ സാധാരണക്കാരെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചുള്ള ഒരു ബിസിനസ് തന്നെയാണ് എന്ത് വെസ്റ്റീജ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് പറയാനുള്ളത്,
വെസ്റ്റേജ് ബിസിനസ് നിങ്ങളൊന്ന് സീരിയസ് ആയിട്ട് ചെയ്യുക എന്നാണ്. ഒരു ദീർഘവീക്ഷണത്തോട് കൂടി ചെയ്യുക. നിങ്ങൾക്കൊരു പർപ്പസ് ഉണ്ടാവണം. വാട്ട് ഈസ് യുവർ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറയുന്നത് എന്താണ് നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരുപക്ഷെ ഞാൻ മൈക്ക് കഴിഞ്ഞാൽ പലർക്കും ഒരു ഉദ്ദേശ ലക്ഷ്യം ഉണ്ടാവില്ല. വാട്ട് ഈസ് യുവർ പർപ്പസ്? എന്താണ് നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം? 2 സെക്കൻഡ് സമയം തരാം. എന്താണ് നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം? ഞാൻ ഫുൾ സൗണ്ട് ആണ്. ഓക്കെ, സൗണ്ട് കൂട്ടാം. എന്നോട് പറയണമെന്നില്ല. വാട്ട് ഈസ് യുവർ പർപ്പസ്? നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? ജീവിതത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? ഇതാണ് ഞാൻ ചോദിച്ചേ. നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? നേരം വിളിക്ക ചോറുന്ന കടന്നുറങ്ങുക, നേരം വിളിക്ക ചോറുന്ന കടന്നുറങ്ങുക, കണ്ടോലെ യൂട്യൂബ് കാണുക, കണ്ടോലെ ഇൻസ്റ്റഗ്രാം തോണ്ടുക, അല്ലെ, കണ്ടോലെ കുറ്റവും കുറവും പറയാ, അവിടെ എന്താ നെത്തിപ്പാടിയൊക്കെ. ഇങ്ങനെ ഒരുപാട് ജനങ്ങൾ ഭൂമിക്ക് വേസ്റ്റായി, ഭൂമിക്ക് ഒരു ഭാരമായി ജീവിക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. മൈ ഡിയർ ഫ്രണ്ട്സ്, അല്ലേ? യെസ്, ചോറിന് കടന്നുറങ്ങാം, അല്ലെ? ഇത് മാത്രം. ഇപ്പൊ സക്സസ് ആയ ആളുകളെ കാണുമ്പോ ഭയങ്കര ഈഗോലും നോക്കും. അവളൊരു സക്സസ്, അവളൊരു കാറ്, അവരൊരു വീട്, അല്ലെ? അതൊക്കെ എന്തെങ്കിലുമൊക്കെ അധ്വാനിച്ചിട്ട് നേടിയതായിരിക്കുന്നതാ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പല ആളുകൾക്കും വർക്ക് ചെയ്യാനോ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാനൊക്കെ മടിയാണ്, ലേസി. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊന്ന് പറയാണ്, ജീവിതത്തിൽ റിസ്ക് എടുക്കാത്തതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ റിസ്ക് എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള സന്ദേശം. ഹലോ, ജീവിതത്തിൽ റിസ്ക് എടുക്കാത്തതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ റിസ്ക്. ഞാൻ 2017 ഈ ബിസിനസ്സിൽ വന്നപ്പോ വളരെ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ചെയ്തു. 2018, 2019 സീരിയസ് ആയിട്ട് ചെയ്തു. 2020 എർട്ടിഗ എന്നുള്ള 10 ലക്ഷം രൂപയുടെ എർട്ടിഗ എന്ന് പറയുന്ന കാറ് സ്വന്തമാക്കി എടുക്കാൻ സാധിച്ചു. വെസ്റ്റേജിലൂടെ ഡയമണ്ട് ഡയറക്ടർ പോസ്റ്റിലും 2,14,000 രൂപ വെസ്റ്റേജ് എന്ന ബിസിനസ്സിലൂടെ ഞാൻ കരസ്ഥമാക്കി. 2020 ആയപ്പോഴേക്കും 2,90,000, 2,63,000 എന്നുള്ള ലെവലിലേക്ക് വരുമാനമായി കാണാൻ സാധിച്ചു. പക്ഷെ ഐഡിയ അടിച്ചത് 2017. ആ നിമിഷം മുതൽ ഈ ബിസിനസ് സീരിയസ് ആയി ചെയ്തു എന്നുള്ള. ആ സമയത്ത് ഈ ബിസിനസ് ഞാൻ തുടക്കം കുറിക്കുന്ന സമയത്ത് എന്റെ ഉമ്മാന്റെ ഫാമിലി മെമ്പേഴ്സ് കംപ്ലീറ്റ് ബിസിനസ് തരാം. അപ്പൊ അവരെന്നോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട്. 2017 ഈ ബിസിനസ് ചെയ്യുമ്പോൾ, റൈഹാനത്തെ ഡെയിലി ഈ പോകുന്നുണ്ടല്ലോ, നിന്റെ വരുമാനം എത്രയെന്ന് ചോദിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നോട് ഐശ്വര്യ പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അപ്ലൈനെ ഫോളോ ചെയ്യണം. അപ്പൊ അപ്ലൈനോട് പറഞ്ഞു, ഉഷാറിൽ വരണം, കളർ ചുരിദാറൊക്കെ വലിച്ചെറിഞ്ഞിട്ട് വെള്ളി നീലൊക്കെ ഡ്രസ്സൊക്കെ വാങ്ങിയിടണം, ഒന്ന് മാത്രം മതി, എന്ന് അതന്നെ വാഷ് ചെയ്തിട്ടാൽ മതി, നമുക്ക് പ്രൗഡില്ല ഡ്രസ്സൊന്നും വേണ്ട, ഒരു യൂണിഫോം ഉണ്ട് വെസ്റ്റേജിന്. അപ്പൊ അതിലുള്ള എംബ്ലോ ബ്രോൺസ് ഡയറക്ടർ ആയപ്പോ കിട്ടിയിട്ടുള്ള എംബ്ലോ കാര്യങ്ങളൊക്കെ കുത്തി ഇങ്ങനെ പോകാൻ മതി എന്ന്. അപ്പൊ അതിലുള്ള ബാഗൊക്കെ എടുത്തിട്ട് നമ്മൾ ഡയറി പോരും. ഇപ്പൊ ബ്രോൺസ് ഡയറക്ടർ ആവണീന്റെ മുന്നേ യൂണിഫോം ഇടാൻ തുടങ്ങിയ വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഡയറി അപ്പൊ ഐശ്വര്യം പറഞ്ഞ വെടുപ്പും വൃത്തിയിലൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വരണം, അതൊരു ബിസിനസ് അല്ലേ. അപ്പൊ അതിനനുസരിച്ച് നമ്മളിങ്ങനെ പോകുമ്പോ എല്ലാവരും ചോദിക്കും, ഏതാപ്പന്റെ ഷൂ, ഏതാപ്പന്റെ ചെരുപ്പ്, എന്താ ഇപ്പൊ എനിക്ക് എത്രയോ വരുമാനം, നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങും. അപ്പൊ ഞാൻ പറഞ്ഞു 2,000 രൂപ പെർഫോമൻസ് ബോണസാ. അപ്പൊ കുടുംബക്കാരും ബന്ധക്കാരും ഇന്റർനാഷണൽ ലെവലിൽ ബിസിനസ് ചെയ്യണ കുടുംബത്തിലെ ആളുകളൊക്കെ പറഞ്ഞു 2,000 റുപ്യോ, അതിനപ്പോ റൈഹാനത്ത് എന്നും പോണേന്ന് ചോദിച്ചിട്ട് കളിയാക്കാൻ തുടങ്ങി. അപ്പൊ ഇതന്നെയായിരുന്നു സ്ഥിരമായിട്ട് ഞാൻ കേട്ടിട്ടുണ്ടായ. അപ്പൊ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തുടക്കത്തിൽ ഒരുപാട് കുത്തുവാക്കുകളും കളിയാക്കലും ഒറ്റപ്പെടുത്തലും നെഗറ്റീവുകളും ഈ സമൂഹത്തിൽ നമുക്ക് കേൾക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കളിയാക്കലാണ് എന്നെ ഞാനാക്കി മാറ്റിയത് എന്നുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാവരും വരുമാനം കിട്ടും. അപ്പൊ നാട്ടുകാരൊക്കെ വിചാരം തരും, മീറ്റിങ്ങിന് പോകുമ്പോ പൈസ കിട്ടുന്ന, മീറ്റിങ്ങിന് പോകുമ്പോ ക്യാഷ് കിട്ടുന്ന. അപ്പൊ ഇന്ന് പോണോ? അപ്പൊ ഞായറാഴ്ചക്ക് ഹൗസ് മീറ്റിങ്ങിന് ആഴ്ചത്ത് വിളിക്കാം. അപ്പൊ ഞങ്ങളോട് ഞായറാഴ്ചയും പോണോ ഇങ്ങനെ ചോദിക്കും, സൺഡേ പോണോ. അതുപോലെ 4 മണിക്കുള്ള മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ ചിലപ്പോൾ 6 മണിയാവും, കുറച്ച് ലോങ് ഒക്കെയാണ് മീറ്റിംഗ് ഒക്കെ. അപ്പൊ ചിലർ ചോദിക്കും 5 മണി വരെ എല്ലാവരും ഓഫീസ് ഉണ്ടാവുക, റൈഹാനത്തിന്റെ ഓഫീസ് എന്താ 8 മണിയായിട്ട് ഓഫാക്കാത്ത ഓഫീസ്, കളിയാക്കാൻ ഒരുമാതിരി. അപ്പൊ ഇങ്ങനെയൊക്കെ അനുഭവിച്ചു പോന്നു. 2020 ആയപ്പോഴേക്കും എന്താണ്, നമ്മൾ ഇവർക്കൊക്കെ ഇങ്ങനെ ഇതിനൊക്കെ കൂടെ നമ്മൾ എന്ത് ചെയ്യാ, ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താൻ കഴിയില്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചളിയുള്ളത് വാരിയെടുത്താൽ നമ്മുടെ മുന്നിൽ ഉണ്ടാവും, ശരിയോ? അപ്പൊ അതുകൊണ്ട് തന്നെ ചളിയുള്ളതൊന്നും ഞാൻ തൊടാറില്ല. ചളിയുള്ള ആളുകളോട് തൊടാൻ പോയാൽ, അവരോട് കളിക്കാൻ പോയാൽ നമ്മളും ഒരു ചളിയായി മാറും. അപ്പൊ അതുകൊണ്ട് നമ്മളും ആ ചളിയും തമ്മിൽ പിന്നെ എന്താ വ്യത്യാസം? അപ്പൊ അതുകൊണ്ട് ചളിയുള്ള ആളുകൾ ഇങ്ങനെ പറയുമ്പോ ഓക്കെ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോടുന്ന് വേഗം കഴിച്ചില്ലാവും. കാരണം പിന്നെ ഓരോട് പ്ലാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അവരെ നെഗറ്റീവ് അല്ലേ. അപ്പൊ അതുകൊണ്ട് കൂടുതൽ സമയം കേൾക്കാൻ നിൽക്കാതെ നമ്മൾ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ
കുറെ ആളുകൾ വന്നു, കുറെ ആളുകൾ പോയി, കുറെ ആളുകൾ വീണ്ടും 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 കൊണ്ടുവരാൻ ശ്രമിച്ചു. അങ്ങനെ വന്ന് സക്സസിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം. അങ്ങനെ 2020 ആകുമ്പോഴേക്കും എന്റെ എർട്ടിക എന്ന് പറയുന്ന ആണോ ബാക്കില് സ്പീക്കർ ഉണ്ടാവില്ല അല്ലെ? ഓക്കെ, അപ്പൊ പറഞ്ഞു വരുന്നത് 2020 ആയപ്പോഴേക്കും ഞാൻ എർട്ടിക എന്ന് പറയുന്ന കാറ് സ്വന്തമാക്കി. ലൈറ്റ് ഇടണമെന്നോ? ഓക്കെ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ഈ ബിസിനസ് ചെയ്യുമ്പോ തുടക്കത്തിൽ തന്നെ റിസ്ക് കാരണം അല്ലേ? സംസാരിക്കുമ്പോ തന്നെ എന്താ പറയുക, ലൈറ്റ് ഇടണം, സൗണ്ട് പോരാ. ഓക്കെ, എന്നാ മൊത്തം ലൈറ്റ് ഇട്ടുള്ളൂ, ഒന്ന് കാണട്ടെ. ഓക്കെ, അപ്പൊ പറഞ്ഞു വരുന്നത് ഞാൻ ലാസ്റ്റ് 2020 ആയപ്പോഴേക്കും എർട്ടിക എന്നുള്ള കാർ ഇറക്കിട്ടോ. ആ സമയത്ത് ഉമ്മാന്റെ വീട്ടില് ഒരു പുതിയൊരു കാർ ഇറങ്ങി, വില എത്രയെന്ന് ഞാൻ പറയുന്നില്ല, വാഗനർ. അപ്പൊ ഇവര് വാഗനർ ഇറക്കി, ഇന്നെ കളിയാക്കിക്കൊണ്ടിരുന്ന അമ്മാവന്റെ മകന് വാഗനർ ഇറക്കി. അതിന്റെ പുറകെയാണ് ഞാൻ എന്ത് ഇറക്കണത്, ഞാൻ എന്റെ എർട്ടിക. അപ്പൊ അമ്മാവന്റെ പോകുമ്പോ അയ്യോ ഇത് കുറച്ച് വലിയ വണ്ടിയാണല്ലോടി, കാരണം ഇതിപ്പോ എങ്ങനെ സംഭവിച്ചു. അപ്പൊ എന്നോട് RC ഒക്കെ വിട്ടുകൊടുക്കാൻ പറയാം. അപ്പൊ RC കാര്യങ്ങളൊക്കെ നമ്മുടെ പേരിലത്തെ നമ്മൾ വിട്ടുകൊടുക്കാം. അങ്ങനെ ഈ ചില കാര്യങ്ങൾക്കൊന്നും നമുക്ക് അപ്പം ആൻസർ കൊടുക്കാൻ കഴിയില്ല. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം വെസ്റ്റീജ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആൻസർ കൊടുക്കാൻ സാധിക്കും. അതിനുള്ള ഗട്സ് ഉണ്ടോ എന്ന ചോദ്യം, അതിനുള്ള ചങ്കൂറ്റമുണ്ടോ ഉണ്ടോ? യെസ്. അപ്പോ ഇത് ചങ്കൂറ്റമുള്ള ആളുകൾക്കുള്ള ബിസിനസ് ആണ്. നമ്മൾ ബാലി സാറൊക്കെ പറയുന്നില്ല, ധാരാളമായി സ്വപ്നം കാണൂ. സ്വപ്നം കാണാൻ കഴിവുള്ള ആളുകൾക്കാണ് എന്ത് വിജയിക്കാൻ തന്നെ സാധിക്കുന്നത് എന്നുള്ള. അപ്പൊ അതുകൊണ്ട് ഈ ബിസിനസ്സിൽ വാട്ട് ഈസ് യുവർ പർപ്പസ് ഞാൻ ചോദിച്ചു. അപ്പൊ അതിന് വ്യക്തമായ ഒരു ആൻസർ നിങ്ങൾക്ക് ഉണ്ടാകണം. അപ്പൊ ഒരു 3 വർഷം ഞാൻ പറയണേ, ഈ ബിസിനസ് ഒരു 3 വർഷം കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും ടീമിനെ ബിൽഡ് ചെയ്തിട്ടും മീറ്റിംഗ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടും സ്വന്തം വീട്ടിൽ തന്നെ നെഗറ്റീവ് ആയിരിക്കും. സ്വന്തം വീട്ടിലായിരിക്കും ഏറ്റവും കൂടുതൽ നെഗറ്റീവ്. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. ആദ്യത്തെ 3 വർഷം ടാസ്കുകൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ സാധിച്ചാൽ 4ാമത്തെ വർഷം മുതൽ പിന്നെ വിജയത്തിന്റെ സാധിക്കുന്നതാണ്. അപ്പൊ ആരൊക്കെ ഉണ്ട് ഒരു 3 വർഷം ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യാൻ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. എങ്കിലേ നമ്മൾ സംസാരിച്ചിട്ട് ഇനി കാര്യമുള്ളൂ. ഒരു 3 വർഷമെങ്കിലും ഈ ബിസിനസ് കണ്ടിന്യൂ ആയിട്ട് തുടരണം. പിന്നീട് 5 വർഷത്തെ കോഴ്സ് ആയിട്ട് ഈ ബിസിനസ് കാണണമെന്നുള്ള. അപ്പൊ അതുകൊണ്ട് കൈവക്കാത്ത ആളുകൾ സീറ്റിന്റെ ക്യാഷ് ഒന്നുകൂടി എക്സ്ട്രാ തരണം കേട്ടോ. 3 വർഷം ഈ ബിസിനസ് നമ്മൾ സീരിയസ് ആയി ചെയ്യൽ നിർബന്ധമാണ്, നമ്മുടെ ടീമിനെ ബിൽഡ് ചെയ്ത് വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ടിന്യൂ ആയിട്ട് ഈ ബിസിനസ് ചെയ്തുകൊണ്ട്. അപ്പൊ വാട്ട് ഈസ് യുവർ പർപ്പസ്? എനിക്ക് വ്യക്തമായ ഒരു പർപ്പസ് ഉണ്ടായിരുന്നു, ഒരു ഉദ്ദേശ ലക്ഷ്യം ഉണ്ടായിരുന്നു, ഒരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ പറയുമ്പോൾ 1ാമത്തെ വരുമാനം, 2ാമത്തെ വരുമാനം, ഇതിലേക്ക് ഒന്നല്ല ഞാൻ ഫോക്കസ് ചെയ്തത്. ഇതില് 8ാമത്തെ ഒരു വരുമാനം കാണിക്കുന്നുണ്ട്, ഹൗസ് ഫണ്ട് എന്നുള്ള. അപ്പോ 8 വർഷത്തോളം ഉള്ളും പുറവും തേക്കാത്ത 500 സ്ക്വയർ ഫീറ്റുള്ള കൊച്ചു വീട്ടിലായിരുന്നു എന്റെ താമസം. പക്ഷെ ഇതില് 9ാമത്തെ വരുമാനം ഹൗസ് ഫണ്ട് എന്ന് ഇതിൽ 8ാമത്തെ വരുമാനം കാണിച്ചപ്പോൾ എന്റെ കണ്ണ് അതിലേക്ക് മാത്രമായിരുന്നു. അപ്പൊ ആയിഷ മേഡത്തോട് ഞാൻ ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഈ വീടൊന്നേ ശരിയായി കിട്ടാൻ. അപ്പൊ ആയിഷ മേഡം എനിക്ക് ഒന്നേ പറഞ്ഞു തന്നിട്ടുള്ളൂ, 6 ടീം ഇട്ട് വർക്ക് ചെയ്യാന്നുള്ളതാണ്. 6 പേരും ബ്രോൺസ് ഡയറക്ടർ എന്നുള്ള പദവിയിൽ എത്തുമ്പോഴാണ്, ക്രൗൺ ക്വാളിഫിക്കേഷൻ ചെയ്യുമ്പോഴാണ് നമ്മളുടെ വീടിന്റെ ഫണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള. അപ്പൊ അതുകൊണ്ട് തന്നെ വന്ന സമയത്ത് തന്നെ 6 ടീം ഇട്ട് വർക്ക് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വെസ്റ്റീജിലൂടെ 2025 1 കോടിയുടെ വീട്ടിലേക്ക് ഞാൻ മാറി 7 ദിവസത്തോളം ഹൗസ് വാമിംഗ് നടത്തി സ്വന്തം നാട്ടിലെ 7 ദിവസം ബ്ലോക്ക് ഉണ്ടാക്കിയ ഒരാളാരോ ചോദിച്ചത് ഞാനാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോളെ വൈകുന്നേരം 5 മണി ആയാലും ഓഫീസ് വിട്ടൂലേ ചോദിച്ച ആളുകൾക്ക് ഉത്തരം കൊടുക്കാൻ എനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വന്നതാണ്. അപ്പൊ അതുകൊണ്ട് നെറ്റ്വർക്ക് ബിസിനസ്സുകാർക്ക് ഒരു പ്രധാന പ്രത്യേകത ഉണ്ട്. 1ാമത്തെ വർഷം 2ാമത്തെ വർഷം ഒന്നും ഒരു പക്ഷെ ആൻസർ കൊടുക്കാൻ കഴിയില്ല. പക്ഷെ കാലം തെളിയിക്കും നിങ്ങളുടെ സത്യം എന്നുള്ളതുകൂടി ഞാൻ ഈ ഒരു നിമിഷത്തിൽ പ്രോമിസ് ചെയ്യാം. വർഷങ്ങൾക്ക് ശേഷം ഒരു നെറ്റ്വർക്കുകാരന്റെ ബിസിനസ് സക്സസ് ആയി ഒരു 3, 4, 5 വർഷത്തിന് ശേഷം നിങ്ങളുടെ യഥാർത്ഥ സത്യം നിങ്ങൾക്ക് തുറന്ന് കാണിക്കാൻ സാധിക്കും. ഇപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ തൊട്ടടുത്ത കടക്കാരൻ 400 രൂപ കൊടുക്കാൻ ക്യാഷ് ഇല്ലാത്ത ഇൻസൾട്ട് ചെയ്താൽ ഇപ്പൊ അവിടെ എന്ത് പുതിയൊരു പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാലും ഹലോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ആദ്യം എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യും, ഇന്ന ഫ്രൂട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്, ഇന്നതൊക്കെ വന്നിട്ടുണ്ട്, കുട്ടികളൊക്കെ പറഞ്ഞയച്ചോ, വേണ്ടതൊക്കെ
കൊടുത്തുവിടാം. ഇപ്പൊ ഞാൻ കടക്കാരനോട് പറയാറുണ്ട്, കുട്ടികളെ ഇന്റെ സമ്മതം കൂടാതെ വന്നാൽ ദയവ് ചെയ്ത് സാധനം വിടരുത്. കാരണം എന്താണെന്നറിയോ, ഞാൻ ഈ മീറ്റിങ്ങിന് വരുമ്പോഴൊക്കെ കുട്ടികളെ അളപ്പോ. അപ്പൊ അയൽവാസി കുട്ടികളും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് കടയിൽ പോയിട്ട് ആവശ്യമുള്ളതൊക്കെ അപ്പൊ ഈ കടക്കാരന് ഇഷ്ടംപോലെ സാധനം കൊടുക്കും. ലാസ്റ്റ് 200, 300 ഇതൊക്കെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, 200 രൂപയ്ക്ക് എന്താ വാങ്ങി? വടക്കം. പടക്കം വാങ്ങി പൊട്ടിച്ചൂത്ര ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പൊ ഇന്നാലും വേണ്ടതൊക്കെ എന്തൊക്കെയോ മിഠായി അതും ഇതൊക്കെ വാങ്ങിച്ച് കൂട്ടുകാരും അയൽവാസി കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുക. എന്റെ ചെറിയ മോനെ കൊടയിക്കോട്ടെ വേണ്ടതോ. അപ്പൊ ഈ കടക്കാരൻ എന്ത് ചെയ്യണം, അന്നൊരു ചെറിയ തുക കൊടുക്കാണ്ടായിട്ട് സാധനം കിട്ടാത്ത അവസ്ഥ. ഇന്ന് എന്ത് വേണേലും എന്ത് തരും, അവിടെ നിന്നൊക്കെ സാധനം കിട്ടുന്ന ലെവലിലേക്ക്. കാരണം ക്യാഷ് വൈകുന്നേരം ആയ എൻ്റെത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗൂഗിൾ പേ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ജീവിതം ഒരുപാട് മാറിയുമായിട്ട് ഫ്രണ്ട്സ് എനിക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ എന്നുള്ള. അപ്പൊ അതുകൊണ്ട് എന്തായാലും എൻ്റെ ഒപ്പം പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്. 10-32 വർഷം ഗൾഫിൽ നിന്ന് ഒരു വ്യക്തിയാണ് എൻ്റെ ഫാദർ. 4 പെൺകുട്ടികളാണ്. ഓരോ വരവിനിന്റെ ഓരോ മക്കളെ ഇങ്ങനെ കെട്ടിച്ചു വിടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നല്ലൊരു വീട് പോലും വെക്കാൻ സാധിച്ചിട്ടില്ല, നല്ലൊരു കാറ് വാങ്ങാൻ വീട്ടിൽ സാധിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ ഒപ്പം പറയുന്ന ഇന്നും പറയുന്ന ഒരു സന്ദേശമുണ്ട്. 10-32 വർഷം ഗൾഫിൽ നിന്നിട്ട് നല്ലൊരു അടിപൊളി വീട് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചില്ല. പക്ഷെ എൻ്റെ ചെറിയ മോൾ ഉപ്പാക്ക് ഒരു വീട്, 1 കോടിയുടെ വീട് ഉപ്പാക്ക് സമർപ്പിച്ച ഒരു മകളുണ്ടെങ്കിൽ അതിന്റെ ചെറിയ മോള് റയ്യാനത്താണെന്ന് എൻ്റെ ഉപ്പ അഭിമാനത്തോടെ പറയുന്നു എന്നുള്ള. അതുപോലെ തന്നെ വെറും പെൺകുട്ടികളാണ് എന്ന് വളരെ വിഷമത്തോടെ പ്രയാസത്തോടെ പറഞ്ഞിരുന്ന എൻ്റെ ഉപ്പ ഇന്ന് ഏതൊരു ആദരവിന്റെ മുന്നിലും എൻ്റെ മക്കളെ അല്ല ഞാൻ ആദ്യം നിർത്തുന്നത്, എൻ്റെ ഉപ്പാനെയും ഉമ്മാനെയും അപ്പുറപ്പുറം നിർത്തിയിട്ട് ഒരുപാട് ആദരങ്ങളും അംഗീകാരങ്ങളും പ്രോത്സാഹനങ്ങളും ഒരുപാട് ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറയുന്നു, അത് എൻ്റെ രക്ഷിതാക്കളായിരിക്കും എന്നുള്ള. ഹലോ, അപ്പൊ അതുകൊണ്ട് നമ്മൾ വെറുതെ ഭൂമിയിൽ ജീവിച്ചിട്ട് കാര്യം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ പാരൻസിനൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും അവരുടെയൊക്കെ മനസ്സിൽ. അപ്പൊ അവർക്ക് ഒരു പക്ഷെ കിട്ടാതെ പോയ ഒരുപാട് നല്ല നല്ല ആഗ്രഹങ്ങളൊക്കെ നമുക്ക് സഫലീകരിച്ചു കൊടുക്കാൻ ഒരു മക്കളാണെങ്കിൽ നമുക്ക് സാധിക്കണം. അതുപോലെ നമ്മളുടെ മക്കൾക്കും അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ, അവർക്ക് നല്ല വിദ്യാഭ്യാസം, അവർക്ക് വേണ്ട യാത്ര, അവർക്ക് വേണ്ട ടൂർ എല്ലാം കൊടുക്കാനൊക്കെ നമുക്ക് സാധിക്കണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഫാമിലിയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് വെസ്റ്റേജ് ബിസിനസ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് 4 വർഷം ഒരു ഡയറക്ട് സെല്ലിംഗ് ഏറ്റവും നല്ലൊരു ജെനുവിൻ ആയിട്ടുള്ള ഒരു കമ്പനിയിൽ 4 വർഷം വർക്ക് ചെയ്യുന്നതും 40 വർഷം മറ്റുള്ള ജോലിക്ക് പുറകെ ഓടുന്നതും രാവും പകലും വ്യത്യാസമുണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്. യെസ്. അപ്പൊ അതുകൊണ്ട് ഇനി കൂടുതലൊന്നും പറയുന്നില്ല. ഏറ്റവും വലിയ സന്തോഷത്തിലാണ് ഇന്ന് ജീവിക്കുന്നത്. അന്ന് ഒരു നേരത്തെ അരി വാങ്ങാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ നിന്നും ഇന്ന് സ്വന്തം മഹലിലെ 20 വീട് സെലക്ട് ചെയ്ത് മാസം 1000 രൂപയുടെ കിറ്റ് കൊടുക്കാൻ സാധിച്ചെങ്കിൽ ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വാട്ട് ഈസ് യുവർ പർപ്പസ്, എന്താണ് നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് ചോദിക്കുമ്പോൾ വ്യക്തമായ ഒരു ഉദ്ദേശ ലക്ഷ്യം ഉണ്ടാവണം എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് ഇന്ന് വേദിയിൽ വന്നിട്ടുള്ള ഓരോ മെമ്പേഴ്സിനും സ്നേഹത്തിന്റെ ഭാഷയിൽ 1000 താങ്ക്സ് അറിയിച്ചുകൊണ്ട് വലിയ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ഇത്രയും നല്ലൊരു പ്രോഗ്രാം ഒരുക്കിയ ഒരു പ്രോഗ്രാമിൽ നിന്നാണ് പുതിയ തീരുമാനങ്ങൾ എടുത്ത് ഓരോ വ്യക്തികളും ഇറങ്ങുന്നത്, മാറുന്നത്. ഈ ഞാനടക്കം അങ്ങനെ മാറിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് പറയുന്നത്